ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ചമാങ്ങ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ 2 ഡ്രിങ്ക്സിന്റെ റെസിപ്പീസ് ആയിട്ടാണ്. ആദ്യത്തെ റെസിപ്പി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പച്ചമാങ്ങ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. തൊലിയൊന്നും കളയാതെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. 250 ml കപ്പിൽ മെഷർ ചെയ്യുവാണെങ്കിൽ 1.5 കപ്പ് മാങ്ങയാണുള്ളത്. ഇനി ചേർക്കേണ്ടത് ഇഞ്ചിയാണ്. ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചേർക്കേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ വളരെ ചെറിയൊരു പീസ് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ എരിവ് താല്പര്യമില്ലാത്തവരാണെങ്കിൽ പച്ചമുളക് ചേർക്കണ്ട. ഇഞ്ചിക്ക് ഒരു എരിവുണ്ട്, അത് മതിയാവും. ഇനി ചേർക്കേണ്ടത് ജീരകം. 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 വലിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അടിച്ചെടുത്ത് കഴിയുമ്പോൾ മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ പകുതി മാങ്ങയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ആദ്യം തന്നെ മുഴുവൻ വെള്ളവും ചേർത്ത് കൊടുത്താൽ മാങ്ങ അരഞ്ഞു കിട്ടാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ടാണ് പകുതി ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്തത്. ഈ ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുകയാണ്. ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ടേസ്റ്റ് നോക്കുക. പുളി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ മാങ്ങയുടെ പുളിയൊക്കെ അനുസരിച്ചിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആദ്യത്തെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ജീരകമൊക്കെ ചേർത്തിട്ട് നിങ്ങൾ ഇതുവരെ പച്ചമാങ്ങ ജ്യൂസ് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്ത റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 250 ml കപ്പിൽ 1 കപ്പ് മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ചേർക്കേണ്ടത് ഇഞ്ചിയാണ്. വളരെ ചെറിയൊരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ ചെറിയ ഒരു കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ചെറിയുള്ളിയാണ്. 2 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3-4 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു പീസ് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. മല്ലിയില ചേർത്ത് അടിച്ച ശേഷം ഒന്ന് അരിച്ചെടുക്കുകയാണ്. പച്ചമാങ്ങ സംഭാരമാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത് 1 ഗ്ലാസ് സംഭാരം തയ്യാറാക്കി എടുക്കാനുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. പച്ചമാങ്ങ സംഭാരം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആണല്ലോ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്